ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി ക്യൂക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് കുറച്ച് വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കാം. ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. കുറച്ച് കശ്മീരി മുളക് പൊടി കൂടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ പൊടികളൊക്കെ വെണ്ടയ്ക്ക കഷ്ണങ്ങളിലൊന്ന് കോട്ടായി കിട്ടണം. അതിനായിട്ട് വെണ്ടയ്ക്കയുടെ നനവ് തന്നെ മതിയാകും. ഇതൊരു കറിയുടെ റെസിപ്പിയാണ്. തേങ്ങയൊന്നും അരയ്ക്കാതെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ കറിയിൽ വെണ്ടയ്ക്ക കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ കഷ്ണങ്ങളിട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെണ്ടയ്ക്കയുടെ കളറൊന്നും മാറാതെ ഇതുപോലെ ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കറിയുടെ ഗ്രേവിക്കായിട്ടൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് ഇതുപോലെ നല്ല സ്മൂത്താക്കി എടുക്കാം. ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇനി വേണ്ടത് എരിവുള്ള മുളക് പൊടിയാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഗരം മസാല പൗഡറാണ്. അതും 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഈ തൈരിന് ആവശ്യമായ ഉപ്പ് ചേർക്കുകയാണ്. ഇനി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടലപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഇത് ചേർക്കുന്നത് കൊണ്ട് സാധിക്കും. ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ പൊടികളൊക്കെ ചേർത്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ജീരകം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കിനി ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം സൈസ് സവാളയാണ് എടുക്കുന്നതെങ്കിൽ 2 എണ്ണം എടുക്കാവുന്നതാണ്. വേഗം വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. സവാള ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് 1/2 ടീസ്പൂൺ ചേർക്കുകയാണ്. ഇതിന് പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചതച്ചെടുത്താണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർക്കണം. ഈ തൈര് ചേർത്തതിന് ശേഷം കൈവിടാതെ തന്നെ ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. കൈവിടാതെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുകയാണെങ്കിൽ തൈരൊട്ടും തന്നെ പിരിഞ്ഞു പോവുകയില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. നമ്മൾ കുറുക്ക് കാളനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തൈര് ചേർത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നേരത്തെ തൈര് മിക്സ് ചെയ്തെടുത്ത അതേ ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ കടലപ്പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഗ്രേവി തിളച്ച് വരുമ്പോൾ കുറുകി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ തുറന്ന് നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഈ മസാലയൊക്കെ വെണ്ടയ്ക്ക കഷ്ണങ്ങളിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഗ്രേവിക്ക് നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് ഇത് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടില്ലേ. ഈ ഗ്രേവി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിനി ചൂടാറുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ചേരുവകൾ കൂടിയാണ് ചേർക്കാനുള്ളത്. കുറച്ച് കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. ഇത് കൈവെള്ളയിൽ വെച്ച്
ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഉണക്കി പൊടിച്ച ഉലുവയിലയാണ് കേട്ടോ. വളരെ ഹെൽത്തിയാണ് ഇത് കറികളിൽ ചേർക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് അരിഞ്ഞ മല്ലിയില കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുത്ത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെയും പത്തിരിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതാ ഈ കറിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഞാൻ ചേർത്തൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണ്. 10 മിനിറ്റിന് ശേഷം കറി ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഈ കറി ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. ചോറിൻ്റെ കൂടെയും അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.